ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അറൈസ് വേൾഡ്. ഞാൻ ഇന്നിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ചട്നികളാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് നമുക്കിത് ചെയ്തെടുക്കാം. കാലത്തെണിക്കുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ലേസിനെസ് ഫീൽ ആവാറുണ്ട്. സോ ആ സമയത്തൊക്കെ ഇത് നമുക്ക് വളരെ പെട്ടെന്നായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. സ്കൂൾ സമയത്ത് കുട്ടികൾക്കും അതുമാതിരി ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സോ ഈ ചട്നികൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കിനെ, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഈ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം ഞാനിവിടെ തയ്യാറാക്കുന്നത് ഗാർലിക് ചട്നിയാണ്. അതിന് ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരുപാട് വേണ്ട, ഇതുപോലെ 5-6 മതിയാവും. പിന്നെ ഞാൻ എടുക്കുന്നത് 4 ചെറിയുള്ളിയാണ്. അതിനുശേഷം 1 സ്പൂൺ നിറയെ മുളക് പൊടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. അതിനാവശ്യമുള്ള വെള്ളം ഒഴിക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇതുപോലെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയാവും. ഇനി ഇതൊരു 3 പ്രാവശ്യം പൾസ് ചെയ്താൽ മതി. ഒരുപാട് അറിയേണ്ട ആവശ്യമില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ ചട്നി ഇവിടെ ഇരിക്കാൻ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ചട്നി തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഗാർലിക് ചട്നി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. ഞാൻ ഈ തയ്യാറാക്കുന്ന 3 ചട്നികളും നമുക്ക് ഇഡ്ഡലി, ദോശ, അതുപോലെ വടകളുടെ കൂടെയും കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി ഗ്രീൻ ചില്ലി ചട്നി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു 10-12 എടുക്കാം. അതിന് നമ്മളൊരു 3 പച്ചമുളകാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നേരത്തെ ചെയ്ത മാതിരി മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം, മിക്സി ജാറിലോട്ട്. അതിനുശേഷം ഇതിന് വേണ്ട കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഇതും കൂടുതൽ വെള്ളം പാടില്ല, കുറച്ച് വെള്ളം മാത്രം നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഇത് നമുക്കൊരു 3-4 പ്രാവശ്യം പൾസ് ചെയ്താൽ മതി. ഒരുപാട് അരയണമെന്നില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ടാവണം നമ്മുടെ ചട്നി. അപ്പോൾ നമ്മുടെ ഗ്രീൻ ചില്ലി ചട്നിയും ഇവിടെ ഏകദേശം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഓണിയൻ ചട്നി തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുക്കുന്നത് മീഡിയം സൈസായിട്ടുള്ള ഓണിയനാണ്. ഇത് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. വലിയ സൈസിലാണെങ്കിൽ നിങ്ങൾ എടുക്കാൻ പാടില്ല, ബിക്കോസ് അത് എരിവാവാനും പിന്നെ ചിലപ്പോൾ ഈ ചട്നി കഷക്കാനും സാധ്യതയുണ്ട്. സോ ഇതുപോലെയുള്ള മീഡിയം സൈസിൽ നിങ്ങൾ എടുക്കണം. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് മുളക് പൊടി, ഉപ്പ്, പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു ചെറിയ സൈസ് പുളിയാണ്. അതിനുശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ നേരത്തെ അരച്ച മാതിരി 3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ അണിയൻ ചട്നിയും ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ചട്നികളെല്ലാം ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. ഈ ചട്നികളെല്ലാം ഞാനിവിടെ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളതാണ്. തേങ്ങാ ചട്നിയുടെ കൂടെ ഇതിലേതെങ്കിലും ഒന്ന് ഞാൻ അരച്ച് വയ്ക്കും. സോ അത് കൂട്ടി കഴിക്കുമ്പോൾ ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ റെസിപ്പികളുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.